കഞ്ചനമ്മയ്ക്ക് അല്ലെങ്കിലും അങ്ങനെയാ. ഇക്കരെ നിൽക്കുമ്പോ തോന്നും അക്കരെയാ പച്ചയെന്ന്. നമുക്കിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ തീരുമാനങ്ങൾക്കും പ്രിൻസിപ്പിൾസിനും ഒന്നും ഞാൻ എതിരല്ല. ഗംഗമോളുടെ ഈ ഒരു അവസ്ഥയിൽ ശ്യാമിന്റെ സാന്നിധ്യം അവൾക്ക് എപ്പോഴും ഉണ്ടാവണം. മേരി മാതാ ഓർഫനേജ് സിസ്റ്റർ മാർഗരറ്റിന്റെ കേട്ടോ ശ്യാം, നമ്മുടെ പട്ടമഹിഷിയില്ലേ, നാട് വിട്ടുപോയ കഞ്ചന കുൽക്കർണി ദേ മടങ്ങി വരാൻ പോകുന്നു. ഓഹോ, ഉള്ളതാണോ അച്ഛാ? യെസ്, ഇന്ന് രാവിലെ ആ ദിവ്യ സന്ദേശം ഉണ്ടായിരുന്നു. കഞ്ചനമ്മയ്ക്ക് അല്ലെങ്കിലും അങ്ങനെയാ. ഇക്കരെ നിൽക്കുമ്പോ തോന്നും അക്കരെയാ പച്ചയെന്ന്. അക്കരെ ചെല്ലുമ്പോഴോ വീണ്ടും ഇക്കരെ പച്ച. അല്ല അങ്കിൾ എങ്ങനെ വന്നത്? ബസ്സില്. പിന്നെ ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരെ നടന്നു. ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് എന്തിനാ അച്ഛാ ബസ്സിലെ തിരക്കിലൊക്കെ കയറി വന്നത്? ആ ജംഗ്ഷനിൽ നിന്നെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് വരായിരുന്നില്ലേ? എന്തിനാ മോളെ, എന്റെ കാലിനൊന്നും ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ കുറച്ച് കട്ട തേഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മൈലേജിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. പോരാത്തതിന് ഇപ്പൊ ഒരു സ്റ്റെപ്പിനെയും കരുതിയിട്ടുണ്ട്. സ്റ്റെപ്പിനെയോ? വാക്കിംഗ് സ്റ്റിക്കേ, അതിന്ന് ഞാൻ എടുത്തിട്ടില്ല. ഓ, അറ്റ്ലീസ്റ്റ് ഗിരിയുടെ വണ്ടിയെങ്കിലും എടുത്തോണ്ട് പോരായിരുന്നില്ലെങ്കിൽ. അവിടെയാ കുഴപ്പം. കണ്ണിന്റെ ഹെഡ്ലൈറ്റ് മാത്രം പഴയതുപോലെ പവർഫുൾ അല്ല ശ്യാം. വല്ലവന്റെ നെഞ്ചത്ത് കയറ്റും. എന്തിനാ വെറുതെ അങ്ങനെ ഒരു വയ്യാവേലി എന്ന് വിചാരിച്ചിട്ടാ. അച്ഛന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇനി ഇരിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വീട്ടിൽ ചെന്നിട്ട്. രണ്ടാളും വേഗം റെഡി ആയിക്കോ, നമ്മളിപ്പൊ തന്നെ പോകുന്നു. അല്ല അങ്കിളെ, അത് എന്താ ശ്യാം, ഇനി ചടങ്ങിൻ പ്രകാരം വല്ലതും നടത്തണമെന്നുണ്ടോ ശ്യാമിന്? ഉണ്ടെങ്കിൽ അങ്ങനെയാകാം. ബേക്കറിയിൽ പോയി കുറെ സ്വീറ്റ്സും വാങ്ങി വീട്ടിൽ പോയി പിള്ളേരെയും വിളിച്ചോണ്ട് ഞാനിങ്ങ് വരാം. എന്താ? അതല്ലെങ്കിൽ പിന്നെ മോനെ ശ്യാം, നമുക്കിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ 2 വീടിനും കൂടി ചേർത്ത് കാർന്നോരെന്ന് പറയാനും ഞാനേ ഉള്ളൂ. ആ സ്ഥിതിക്ക് വിളിച്ചോണ്ട് പോക്ക് ചടങ്ങുകൾക്കൊന്നും വെറുതെ മെനക്കെടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരം ചടങ്ങുകളോടൊന്നും എനിക്കും വലിയ താല്പര്യമില്ലെന്ന് അങ്കിളിന് അറിയാമല്ലോ. പിന്നെ പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ ഒരു എന്താ കുഴപ്പം? വീട് പൂട്ടുന്നു, വണ്ടി എടുക്കുന്നു, നമ്മൾ പോകുന്നു, അത്ര തന്നെ. എന്താ മോളെ, നീ റെഡിയല്ലേ? നിങ്ങളുടെ തീരുമാനങ്ങൾക്കും പ്രിൻസിപ്പിൾസിനും ഒന്നും ഞാൻ എതിരല്ല. ശ്യാം അവിടെ താമസിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. പക്ഷേ ഗംഗമോളുടെ ഈ ഒരു അവസ്ഥയിൽ ശ്യാമിന്റെ സാന്നിധ്യം അവൾക്ക് എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് ശ്യാം ഒരല്പം കോംപ്രമൈസിന് തയ്യാറാവണം. എതിര് പറയരുത്. ഈ സ്റ്റേജിൽ ഗംഗയെ വിളിച്ചുകൊണ്ട് പോവാന്നുള്ളത് അങ്കിളിന്റെ അവകാശം കൂടിയാണല്ലോ. പിന്നെ നാട്ടു നടപ്പും അങ്ങനെ സ്ഥിതിക്ക് ഞാനെങ്ങനെ എതിര് പറയാ? പക്ഷേ ഞാനവിടെ താമസിക്കുന്നതിനെ കുറിച്ച് അത് മാത്രം ശരിയാവില്ല. പ്ലീസ് അവോയ്ഡ് ദിസ് കോംപ്ലക്സ് മൈൻഡ്. നമുക്കിടയിൽ ഇനിയും ഇതിന്റെ ആവശ്യമുണ്ടോ? കോംപ്ലക്സ് ഒന്നും അല്ല എങ്കിൽ പിന്നെ എന്താണിത്? ഞാൻ ഇതുവരെ ശ്യാമിനോട് ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ശ്യാമിന്റെ തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ആദ്യം ജോലി ഉപേക്ഷിച്ചു, പിന്നെ ഗംഗയും കുട്ടി ഇവിടെ വന്ന് താമസിച്ചു. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ. ബട്ട് നൗ ഇപ്പോ ഇത് മാത്രം അങ്ങനെയല്ല. ഫോർ മീ മാൻ, വൃദ്ധനായ ഒരു മനുഷ്യന്റെ റിക്വസ്റ്റ് എന്ന് കരുതിയിട്ടെങ്കിലും പ്ലീസ് ടേക്ക് എ ഡിസിഷൻ പ്ലീസ്. ഒന്നുമില്ല. അതവിടെ വയ്ക്കുമോളെ. ഞാൻ കണ്ടോട്ടെ. സ്നേഹമോളെ, അതിലൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയാ, നാളെ പറ്റിക്ക. ഇതൊരു ഡയറിയാ മോളെ. ക്ലാരമ്മയുടെ ഡയറി സ്നേഹക്ക് കണ്ട എന്താ? ദേ, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? 100 കൂട്ടം പണി കിടക്കുമ്പോഴാ. ഞാൻ പിണക്കാം. ഓ, പിണക്കോ? ഇങ്ങ് വാടാ.
മോള് വല്ലതും കഴിച്ചോ? ഓ മോളെ, ഈ ക്ലാരമ്മയുടെ അടുത്ത് മിണ്ടല്ലേ. ക്ലാരമ്മ ഭയങ്കരയാ. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. എങ്കിലേ ഈ രേണുക എന്നോട് മിണ്ടുവല്ലോ. ദേ രേണുക കുഞ്ഞെ, ഞാനും മദറും തിരുവനന്തപുരത്ത് പോവാ. നീ വരുന്നുണ്ടോ? ദേ കണ്ടോ, വരുന്നുണ്ടെന്ന് പാവക്കുഞ്ഞ് പറഞ്ഞത് കണ്ടോ? അത് ക്ലോക്ക് അല്ലേ ശബ്ദിച്ചത്? ആരാ പറഞ്ഞത്? രേണുകയാ വരുന്നെന്ന് പറഞ്ഞത്. അല്ല, ഈ ക്ലാരമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. അയ്യോ, ആരാ പറഞ്ഞത് സ്നേഹമില്ലെന്ന്? ഈ ക്ലാരമ്മയ്ക്ക് എന്റെ സ്നേഹമോള് മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് എന്താ ഡയറി എന്റെ തരാത്തത്? അത് പിന്നെ അതിലൊരു ഉമ്മാക്കിയിരിപ്പുണ്ട്, അതുകൊണ്ടാ. ഉമ്മാക്കോ? അയ്യോ, എന്നാ എനിക്ക് പേടിയാ. അതുകൊണ്ടല്ലേ തരാത്തത്. ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കണം. നാളെ 7:15 ട്രെയിൻ. ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ. 5 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. മദറിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ? ഞാനതങ്ങ് മറന്നു. ഈ തിരുവനന്തപുരം എവിടെയാ? ഓ, തിരുവനന്തപുരം അങ്ങ് കേരളത്തിലാടി. അത് എവിടെയാ ക്ലാരമ്മേ? അതോ അങ്ങ് ദൂരെയാ. ദൂരെ എന്ന് വച്ച മാനത്തോളം? മാനത്തോളം. നമ്മൾ ട്രെയിനിലാ പോവാ? ട്രെയിനില്. നാളെ നമ്മള് ട്രെയിനിൽ കയറല്ലേ? വാവക്കുഞ്ഞിനും കൊണ്ടുപോവല്ലേ? തിരുവനന്തപുരത്ത് ചെന്ന നമ്മൾ എവിടെയാ പോവാ? അവിടുത്തെ ഓർഫനേജിൽ. വേണ്ട ക്ലാരമ്മേ, നമുക്ക് വീട്ടിൽ പോവാം. ക്ലാരമ്മ ഇന്നാള് പറഞ്ഞല്ലോ അവിടെ അപ്പാപ്പൻ അമ്മാമ്മ ഉണ്ടെന്ന്. നമുക്ക് അവിടെ പോവാം ക്ലാരമ്മേ. അവിടെ താമസിച്ചാലോ? ഞങ്ങൾക്ക് അവരെ കാണണം. കൊണ്ടോളമായി അമ്മേ. നമുക്ക് അവിടെ പോവാം മോളെ. ക്ലാരമ്മ വാലൂർത്തെ കിളിയുടെ കഥ പറഞ്ഞല്ലോ. മോൾക്ക് ഈ അമ്മയോടുള്ള പിണക്കൊക്കെ തീർന്നോ? തീർന്നു. എന്നാൽ ഒരു ഇമ്മിനെ കൂടി വായിക്കുന്നു. അത് വാലൂർത്തിയുടെ കഥ കേട്ടാ മാറിക്കോളും. ചൊല്ലട്ടുമാ, കഥ കേട്ട് ഉറങ്ങിക്കോളൂല്ലോ. പണ്ട് പണ്ട് പണ്ടേക്ക് പണ്ട് ഒരിടത്തൊരിടത്ത് ഒരു ഭയങ്കര വൃക്ഷം ഉണ്ടായിരുന്നു. ഏത് വൃക്ഷം? കഥ പറയുമ്പോ ചോദ്യം ചോദിക്കാൻ പാടില്ല. സോറി. ആ വൃക്ഷത്തിന്റെ പേരാണ് ഇലഞ്ഞി അമ്മാവൻ. ഇലഞ്ഞി അമ്മാവന്റെ വൃക്ഷക്കൊമ്പിൽ ഒരിക്കലൊരു വാലുരുട്ടിക്കിളിയമ്മ കൂടുവച്ചു. എന്നിട്ട് ഒരു കുഞ്ഞു വാലുരുട്ടിയെ പെറ്റുവെച്ചു. ഒരു ദിവസം വാലുരുട്ടിക്കിളിയമ്മ ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കാൻ പോയ നേരം ഭയങ്കരനായ ഒരു സർപ്പം വാലുരുട്ടിക്കിളിയമ്മയുടെ കൂട്ടിൽ കയറി പാവം വാലുരുട്ടിക്കിളിയമ്മയുടെ കുഞ്ഞിനെ കട്ടോണ്ടുപോയി ഒറ്റ വിഴുങ്ങല്. കുറേ നേരം കഴിഞ്ഞ് കിളിയമ്മ വന്നപ്പോ കിളിക്കുഞ്ഞിനെ കാണാനില്ല. കാര്യം മനസ്സിലാക്കിയ കിളിയമ്മ ആകാശത്തേക്ക് നോക്കിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. കിളിയമ്മയുടെ കരച്ചില് കേട്ട് മനസ്സലിഞ്ഞ ദൈവം സർപ്പച്ചാരുടെ വയറ് പിളർന്ന് കിളിക്കുഞ്ഞിനെ തിരികെ എടുത്തു കൊടുത്തു. സന്തോഷത്തോടെ വാലുരുട്ടി കിളിയമ്മ കിളിക്കുഞ്ഞിനെയും കൊത്തിയെടുത്ത് ദൂരെ ദൂരെ പറന്നുപോയി.
പ്രാവും കൂടെ എങ്ങനെയോ തറയെ വീണ് ചീത്തയായിപ്പോയി. അയ്യോ, അപ്പൊ അതിനകത്ത് മുട്ടയോ? എല്ലാം ഉടഞ്ഞുപോയി. കാറ്റത്ത് വീണുപോയതായിരിക്കും. ക്ലാര ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തല തല്ലി കരഞ്ഞേനെ. ശരിയാ. ആരാന്ന് നോക്ക്. അല്ലേ, ഇതാരാ ഇത്? ഇച്ചായതേ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാരാ വന്ന് നിക്കുന്നേ നോക്കിയേ. ആരാ മോളിക്കുട്ടി? ആ, നമ്മുടെ ഫിലിപ്പോസ് പുണ്യാളം വന്ന് നിപ്പുണ്ട്. കളിയാക്കല്ലേ മോള് ചേച്ചി, കർത്താവിനെ സാക്ഷിയാക്കി ഈ ഉള്ളവൻ പുണ്യാളനൊന്നും അല്ലെങ്കിലും ഒരു സത്യക്രിസ്ത്യാനിയാണേ. പറയുമ്പോ സത്യക്രിസ്ത്യാനി എന്ന് പറയാം, പക്ഷേ പ്രവൃത്തികളിലൊന്നും സത്യം ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു സത്യം അല്ലേ ഫിലിപ്പോസേ? അയ്യോ, ഈ ഫിലിപ്പോസ് നേരം നിറയും വിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്യില്ല. ഇപ്പോ മനസ്സ് നിറയെ ദൈവവചനങ്ങളാ. ഫിലിപ്പോസ് എന്നതാ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ സെമിനാരി ചേർന്നു. മോള് ചേച്ചി എന്നെ കളിയാക്ക. ഈ വയസ്സാം കാലത്ത് ഞാനിനി എന്നാ പഠിക്കാനാ? ഏയ്, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. ഈ വേഷം പഴുതി കണ്ടപ്പോ തോന്നിപ്പോയതാ. ആ, നീ എന്താടാ ഫിലിപ്പോസേ ഇപ്പൊ വക്കീൽ ഓഫീസിലോട്ടൊന്നും വരാത്തേ? ഉള്ള കാര്യം തുറന്നു പറയാലോ തരക സാറേ. കോട്ടയത്തെ മലഞ്ചെരിയിൽ കിടന്ന എന്നെ ഈ തലസ്ഥാന നഗരിയിൽ കൊണ്ടുവന്ന് ഗുമസ്ത പണി പഠിപ്പിച്ചത് സാറ് തന്നെയാ. ആ കടപ്പാട് മരിക്കോളം ഈ ഫിലിപ്പോസിന്റെ മനസ്സിലുണ്ടായിരിക്കും. ഇപ്പോ ഫിലിപ്പോസിന്റെ ജീവിതം ദൈവം തമ്പുരാൻ വഴിമാറ്റി വിട്ടിരിക്കുക. ഒരു ദിവസം ഉറങ്ങിക്കിടന്നപ്പോൾ എന്നിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഫിലിപ്പോസേ, നീ ദൈവനാമത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോളൂ എന്ന്. അങ്ങനെ ഈ ഫിലിപ്പോസ് ജീവകാരുണ്യ പ്രവർത്തകനായി മാറി. ആ, എന്തായാലും നിനക്ക് ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഓ, പറയണമെന്നുണ്ടായിരുന്നു. യാത്ര പറയാൻ വന്ന എന്റെ പോക്ക് നടക്കില്ല. എവിടെയാ ഫിലിപ്പോസ് ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നേ? ഇപ്പോ നമ്മുടെ മേരി മാതാ ഓർഫനേജിലാ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ്. മേരി മാതാ ഓർഫനേജ്, സിസ്റ്റർ മാർഗരറ്റിന്റെ? അതെ സാർ, സിസ്റ്റർ മാർഗരറ്റ് ചെന്നൈയിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഇനി മുതൽ അവരുടെ സേവനം ഇവിടുത്തെ ഓർഫനേജിലാ. മാർഗരറ്റ് ഒറ്റയ്ക്കല്ല വരുന്നത്, കൂടെ ക്ലാരയും ഉണ്ട്. ക്ലാരയ്ക്കൊപ്പം ഒരു കുഞ്ഞും ഉണ്ട്. ആ കുഞ്ഞിനെ സ്നേഹമോളെന്ന പേരിലാ വളർത്തുന്നത്, സ്വന്തം മകളെ പോലെ. മാഗിയമ്മ എന്താ വേഗം ഇങ്ങ് വന്നത്? ഫാദറിനെ കണ്ട് യാത്രയൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്? കണ്ടു, യാത്രയും ചോദിച്ചു. ഇത്ര പെട്ടെന്നോ? എന്തോ മനസ്സിന് വല്ലാത്തൊരു തേങ്ങൽ. അതുകൊണ്ട് അധികം നേരം നിന്നില്ല. എന്താ മദറിന് ഇവിടം വിടുന്നതിൽ ദുഃഖമുണ്ടോ? എല്ലാ ദുഃഖങ്ങളും ഏറ്റുവാങ്ങുന്നവരല്ലേ ഞങ്ങൾ. അതുകൊണ്ടല്ലേ ഞങ്ങൾ കർത്താവിന്റെ മണവാട്ടികളായത്. എന്നാലും ഞാൻ നിമിത്തം മദറിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ക്ലാര. ഇതൊരു നിയോഗമാണ്. 3-4 വർഷമായി നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ ഇങ്ങനൊരു സ്ഥലം മാറ്റത്തിന്. ക്ലാരയ്ക്ക് സ്നേഹയുമായി വീട്ടിൽ പോകാൻ ഓരോ പ്രാവശ്യം തയ്യാറെടുക്കുമ്പോഴും അതിനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടു. ഒടുവിലിതാ അതിനുള്ള സമയമായി. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്നേഹമോൾ എന്റെ സ്വാർത്ഥതയാണ് മദർ. ഇനി അവളില്ലാത്തൊരു ജീവിതം എനിക്ക് സാധ്യമല്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്ലാരയുടെ അപ്പച്ചനും അമ്മച്ചയും. ക്ലാരയുടെ മനസ്സ് മാറിയല്ലോ, എനിക്കത് മതി.